ഈ സാധനം ഓർമ്മയുണ്ടോ? പല ആൾക്കാരുടെ നൊസ്റ്റാൾജി ആയിരിക്കും. അതേ ടേസ്റ്റ്, ഒരു മാറ്റവുമില്ല. അത്യാവശ്യം മധുരമുണ്ട്. പണ്ട് ഞങ്ങൾ ട്രെയിനിൽ പോകുന്ന സമയത്ത് ഇത് കുറേ കഴിക്കുമായിരുന്നു. അതിനുശേഷം വർഷങ്ങളായി ഞാൻ ഈ ഒരു ബിസ്ക്കറ്റ് കഴിച്ചിട്ട്. ഇന്ന് സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഇതൊന്ന് വാങ്ങിച്ച് കഴിക്കണം, ഒരു ഓർമ്മ പുതുക്കണം എന്നെനിക്ക് തോന്നി. ഇപ്പോൾ ഈ ബിസ്ക്കറ്റിനെ പറ്റി എന്നോട് അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, അങ്ങനെ മോശമായിട്ടൊന്നും പറയാനില്ല, ഒരു രസമുള്ളൊരു ബിസ്ക്കറ്റ് എന്ന് പറയുന്നതായിരുന്നു. കുറേ കാലം മുമ്പായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ അയ്യോ അടിപൊളി ബിസ്ക്കറ്റ് എനിക്ക് വേണം എന്ന് പറയുമായിരുന്നു. പക്ഷേ ഇതേ ബിസ്ക്കറ്റ് പാക്കറ്റ് ഞാൻ എൻ്റെ ഫാമിലിയുടെ നടുക്ക്, എന്ന് വെച്ചാൽ എൻ്റെ അനിയത്തിമാർ, അമ്മ, പിന്നെ അനിയത്തിയുടെ കുഞ്ഞ്, അവരൊക്കെ ഒരു ക്രൗഡിൻ്റെ മുമ്പിൽ വെച്ച് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഇതെനിക്ക് തൊടാൻ പോലും കിട്ടില്ല. എല്ലാവർക്കും ഇതിനോടൊരു പ്രത്യേക താല്പര്യമുണ്ട്, ഒരു ഇഷ്ടമുണ്ട്. എൻ്റെ അനിയത്തിയോട് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ബിസ്ക്കറ്റ് അല്ലേ എന്ന് ചോദിക്കും. മറ്റൊരാൾ പറയാ നല്ല മധുരമല്ലേ എന്നാണ്. എൻ്റെ അനിയത്തിയുടെ കൊച്ചുണ്ടാവും പറയും സൂപ്പറാണ്. പക്ഷേ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ കൊള്ളാം, കുഴപ്പമില്ല, ബിസ്ക്കറ്റ് നമ്മളിങ്ങനെ കാഷ്വലി ചുമ്മാ കഴിക്കാം, രസമുള്ളൊരു സംഭവമാണ് എന്ന് തോന്നില്ലേ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ചും അനുഭവപ്പെട്ടത്. ലിറ്റിൽ ഹാർട്ട്സ് എന്ന സിനിമയുടെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഹൃദയത്തെക്കുറിച്ചല്ല, നിങ്ങളുടെ തലച്ചോറിന് ആവശ്യമുള്ളൊരു കാര്യം കൊടുക്കുന്നതിനെക്കുറിച്ച് പറയാം. നല്ല വായനയാണ്, നല്ല ചിന്തകളും നല്ല വായനയുമാണ് തലച്ചോറിൻ്റെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. ഇപ്പോൾ ഇന്ദുലേഖ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് എന്നൊരാൾ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹം ഉണ്ടാവും വായിക്കാൻ, പക്ഷേ സമയം ചിലപ്പോൾ ഒരു വലിയ വില്ലനായിരിക്കും. എന്നാൽ അതേസമയം കുക്കു FM ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ചന്തു മേനോൻ്റെ ഇന്ദുലേഖ നമുക്ക് വേണ്ടിയിട്ട് ഒരാൾ വായിച്ചു തരാണ്. മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്തും നമുക്ക് ഈ പുസ്തകത്തെ ശ്രവിച്ചുകൊണ്ടിരിക്കാം, നമ്മുടെ കാര്യങ്ങൾ നടക്കും. ഒരു നല്ല പുസ്തകത്തെ അടുത്തറിയാൻ നമ്മുടെ തലച്ചോറിനും കൂടി വർക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇനി വായനയുടെ ടേസ്റ്റിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ബെന്യാമിൻ എഴുതിയ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ കുക്കു FM അവൈലബിൾ ആണ്. മുകുന്ദൻ്റെ ദൈവത്തിൻ്റെ വികൃതികളോ, അങ്ങനെ നിരവധി അനവധി നമ്മുടെ ഭാഷയിലും മറ്റു ഭാഷകളിലുമായുള്ള പുസ്തകങ്ങളുടെ ഒരു വലിയ ശേഖരമുണ്ട് കുക്കു FM. അതും 7 ദിവസത്തേക്ക് അവരുടെ പ്രീമിയം ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് തരികയാണ്. ഒന്നും രണ്ടും അല്ല, എല്ലാ പ്രീമിയം ഫീച്ചേഴ്സും 7 ദിവസത്തേക്ക് ഫ്രീ ആയിട്ട്. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്, ലിങ്ക് ക്ലിക്ക് ചെയ്യുക, കുക്കു FM ഡൗൺലോഡ് ചെയ്യുക, 7 ദിവസം എല്ലാ പ്രീമിയം ഫീച്ചേഴ്സും എൻജോയ് ചെയ്യുക. അങ്ങനെ എൻജോയ് ചെയ്ത് കഴിയുമ്പോൾ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ തോന്നും. അങ്ങനെ സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ ഉണ്ണി50 എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 50% ഡിസ്കൗണ്ട് അവരുടെ സബ്സ്ക്രിപ്ഷൻ നിരക്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. നമുക്ക് ഏറെ ഇഷ്ടപ്പെട്ട അഭിനേതാക്കളുടെ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളുടെ ഒക്കെ ശബ്ദത്തിൽ പുസ്തകത്തെ അടുത്തറിയാൻ പറ്റും. പിന്നെ നമുക്ക് ഏറെ പ്രിയപ്പെട്ട, നമ്മൾ വളരെയധികം ആരാധിക്കുന്ന മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ സംഗീതമൊക്കെ ചേർത്തുകൊണ്ട് അതൊരു സിനിമാറ്റിക് അനുഭവമാണ്. സോ കുക്കു FM ഡൗൺലോഡ് ചെയ്യൂ, നന്നായി നേരം കളയൂ, മേക്ക് എവറി മിനിറ്റ് മാറ്റർ. ലിറ്റിൽ ഹാർട്ട്സിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ കഥ ഒരു സ്വീറ്റ് കഥ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയത്തിനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ വിഷയത്തിലേക്ക് ഒരുപാട് ആഴ്ന്നിറങ്ങാതെ വളരെ രസമായിട്ടുള്ള ആ കഥയുടെയൊക്കെ ഒരു വളരെ രസകരമായിട്ടുള്ളൊരു സൈഡില്ലേ, അതിലൂടെയാണ് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നത്. നമുക്കങ്ങനെ വലിയ ടെൻഷൻ അടിക്കാനോ അല്ലെങ്കിൽ സങ്കടപ്പെടാനോ ഒരു നഷ്ടബോധം ഫീൽ ചെയ്യാനോ അങ്ങനെ ഒന്നുമല്ല. ഒരു രസമാണ് പടം, മൊത്തത്തിലൊരു ഫീൽ ഗുഡ് വൈബ് എന്നൊക്കെ പറയില്ലേ, ഞാനതിനെ സ്വീറ്റ് എന്ന് വിളിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. രണ്ടാമത്തെ കാര്യം ഹ്യൂമറാണ്. നല്ല രസമുള്ള ചിരിക്കാനുള്ള കുറേ മൊമെൻറ്റ്സ് ഉണ്ട്. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലാണ് അത് കൂടുതലും സംഭവിക്കുന്നത്. ഫസ്റ്റ് ഹാഫിൽ പടം തുടങ്ങുന്ന സമയത്ത് ഞാൻ ആദ്യം ആലോചിച്ചത് നല്ല ആനിമേഷനാണ് കാണിക്കുന്നത്, അയ്യോ അങ്ങനത്തെ ഒരു ലെവൽ ഓഫ് ആനിമേഷൻ വെച്ചൊരു ആനിമേഷൻ സിനിമ നമുക്കിവിടെ ചെയ്തുകൂടെയും തോന്നിപ്പോയി. അത്രയും രസമായിട്ട് അവരത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊരു വലിയ കയ്യടി കൊടുക്കണം അതിൻ്റെ VFX ടീമിന് മുഴുവനായിട്ട്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ആൻഡ് അവിടുന്ന് പതുക്കെ കഥയിലേക്ക് വരുന്നു. എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നുണ്ടായില്ല, ഒരു വലിയ അടുപ്പമൊന്നും കഥാപാത്രങ്ങളോട് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ കുറേ സിറ്റുവേഷൻസ് പടപടപടപടയെന്ന് വരികയാണ്. മൊത്തത്തിൽ കഥയിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുമില്ല, എന്നാൽ അവിടെ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞു പോവുകയും ചെയ്തു എന്ന് പറയുന്ന പോലെ. പക്ഷേ ഈ ഫസ്റ്റ് ഹാഫ് തീരാറാവുമ്പോഴേക്കും പതുക്കെ നമ്മൾ സിനിമയിലേക്ക് കയറും. അപ്പോഴാണ് പതുക്കെ ചിരികൾ തുടങ്ങുന്നത്. സെക്കൻഡ് ഹാഫിൽ അത്യാവശ്യം നിറഞ്ഞ ചിരി ഉണ്ടായിരുന്നു എന്ന് പറയാം. നിറഞ്ഞ ചിരി എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ തുടക്കം മുതൽ അവസാനം വരെ പൊട്ടിച്ചിരിച്ചൊന്നുമല്ല, തിയേറ്ററിൽ ഉടനീളം ഒരു കൊച്ചു ചിരി ഇങ്ങനെ അലയടിച്ച് പോകുന്നുണ്ടായിരുന്നു. മൂന്നാമത്തെ കാര്യം, ഈ സിനിമയിലെ ഇമോഷണൽ കണക്റ്റ്. അതായത് ഇതിലെ കഥാപാത്രങ്ങളിൽ പലരെയും എനിക്കറിയാം, അവരോടൊക്കെ നമുക്കൊരു ഇഷ്ടം തോന്നുന്നു, അല്ലെങ്കിൽ അവരെ പോലെയുള്ള ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്, അവരും സന്തോഷിക്കേണ്ടവരാണ് എന്ന തോന്നൽ നമ്മളിൽ ഉണ്ടാക്കുന്നത് പോലത്തെ ഒരുപാട് നല്ല മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ആൻഡ് 2-3 വളരെ പവർഫുൾ ആയിട്ടുള്ള ഡയലോഗ്സ് ഉണ്ടായിരുന്നു. ഇതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം തൻ്റെ മകളോട് പറയുന്നൊരു ഡയലോഗുണ്ട്, അതൊരു ഇടിവെട്ട് ഡയലോഗാണ്. ആൻഡ് ഇതിൽ സ്പെഷ്യലായിട്ട് വരുന്ന ഒരാളുണ്ട്, അയാൾ പറയുന്ന കുറേ ഡയലോഗുകൾ തിയേറ്ററിൽ കുറേ ആൾക്കാർ ചിരിക്കുമ്പോൾ പോലും ആ ഡയലോഗ്സിനും അദ്ദേഹത്തിനും, ആ ഡെലിവർ ചെയ്യുന്ന ആ ക്യാരക്ടറിനും വളരെയധികം പ്രാധാന്യമുണ്ട്. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ പറയേണ്ടത് പെർഫോമൻസുകളാണ്. ഷെയ്ൻ നിഗവും പ്രണയവും അതൊരു നല്ല കോമ്പിനേഷനാണ്. RDX കണ്ട സമയത്ത് ഞാൻ ആ റിവ്യൂ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് ഈ ഷെയ്ൻ്റെ അടുത്ത് പറയടോ എന്ന് മഹിമ ചോദിക്കുന്ന സമയത്ത് ഷെയ്ൻ ബാക്കോട്ട് നടന്നിട്ട് കൊടുക്കുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ട്, ഒരു ബ്ലഷിംഗ് എന്നൊക്കെ നമ്മൾ പറയില്ല, ഇങ്ങനെ നിറഞ്ഞ തുളുമ്പാണ് മുഖം.
ആ എക്സ്പ്രഷനൊക്കെ അയാൾ എവിടെ നിന്ന് എടുത്തുകൊണ്ട് വരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ തോന്നുന്നു അതൊക്കെ ആർക്കും ചെയ്യാൻ പറ്റുമല്ലോ ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ആ നാണവും എന്നാൽ അതേസമയം അത് ഓവറാക്കാതെ ആ സിറ്റുവേഷനിൽ ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെ ബിഹേവ് ചെയ്യുമെന്നുള്ളതിനെ അത്രയും കൃത്യമായിട്ട് അവതരിപ്പിക്കുക എന്ന് പറയുന്നത് അടിപൊളിയാണ്. അതേപോലെ തന്നെ ഈ സിനിമയിലും അത് തമാശ നിറഞ്ഞൊരു രംഗമാണ്, പക്ഷേ അവിടെ അയാളുടെ എക്സ്പ്രഷൻസ് മാറി മറിഞ്ഞ് പോകുന്നുണ്ടല്ലോ, അസാധ്യമായിട്ട് പ്രണയം ചെയ്യുന്നുണ്ട്. സത്യം പറയാമല്ലോ, ഷെയ്നെ വെച്ച് കുറേയും കൂടി ഇൻവോൾവ് ആവുന്ന ഒരു ഔട്ട് ആൻഡ് ഔട്ട് കോമഡിയുള്ള പ്രണയ സിനിമ വരുവാണെന്നുണ്ടെങ്കിൽ പൊളിക്കും അയാൾ. ആൻഡ് ഇതിലും ഈ സിനിമയിലും കോമഡിയുടെയൊക്കെ ടൈമിംഗ് ഒക്കെ വളരെ രസമായിരുന്നു, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ. ബാബുരാജിനെയാണ് അതിൻ്റെ കൂടെ ചേർത്ത് പറയേണ്ടത്. അങ്ങേര് പൊളിച്ചടുക്കിയിട്ടുണ്ട്, മസിൽ കൊണ്ട് ചിരിപ്പിക്കുക എന്ന് പറയില്ലേ, അതാണ് ഐറ്റം. അപ്പോൾ അങ്ങനെ വളരെ രസമുള്ള കുറേ കാര്യങ്ങൾ. എന്നാൽ അതേസമയം അയാളിലെ അഭിനയ പ്രതിഭയോട് നമുക്ക് പ്രണയം തോന്നിപ്പോകുന്ന മൊമെൻറ്റ്സ് ഉണ്ട്. ബസ്സിൽ നിന്ന് ഇറങ്ങി പുറത്ത് നിന്നിട്ട് ബസ്സിലേക്ക് നോക്കുന്നൊരു നോട്ടമുണ്ട്. എൻ്റെ പൊന്നു മനുഷ്യ, നിങ്ങളിതൊക്കെ എവിടെ നിന്ന് എടുത്തുകൊണ്ട് വരുന്നത്, അല്ലെങ്കിൽ എവിടെയായിരുന്നു ഇതൊക്കെ ഒളിപ്പിച്ച് വെച്ചിരുന്നത് എന്ന് ചോദിക്കാൻ തോന്നിപ്പോവാണ്. അത്രയും രസമായിരുന്നു. എനിക്ക് ബാബുരാജിനോട് ഭയങ്കര സ്നേഹം തോന്നിപ്പോയി ചില സീക്വൻസ് ഒക്കെ പുള്ളി ചെയ്യുന്നത് കണ്ടപ്പോൾ. അതിൻ്റെ കൂടെ ചേർത്ത് വെക്കേണ്ട അടുത്ത പെർഫോമർ ഇതിൽ ബാബുരാജിൻ്റെ പേരായിട്ട് വരുന്ന രമ്യ സുബിയാണ്. സൂപ്പർ കിഡിലോസ്കി എന്നാണ് പറയാനുള്ളത്. അതിൻ്റെ കൂടെ എടുത്തു വെക്കേണ്ട മറ്റൊരു പവർഫുൾ പെർഫോമറാണ് മാല പാർവതി. സിനിമയിലുടനീളം അവർക്കിങ്ങനെ സൈഡിൽ നിൽക്കുക, കുഞ്ഞു കുഞ്ഞു ഡയലോഗുകളൊക്കെയാണ്. പക്ഷേ ഒരു സീനുണ്ട്, അവരിങ്ങനെ നിറഞ്ഞാടുന്നൊരു സീക്വൻസ് ഉണ്ട്. അതിൽ നമ്മൾ ഈ പറയുന്ന ഷെയ്നികത്തിന് റെസ്പോണ്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല, അതായത് തിരിച്ച് അഭിനയിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പോലത്തെ അങ്ങനത്തെ കുറച്ച് എക്സ്പ്രഷൻ പരിപാടികളുണ്ട്. അത് അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മഹിമ, ഷൈൻ, ജാഫർ ഇടുക്കി, പിന്നെ ഒരാൾ വരുന്നുണ്ട് സിനിമയിൽ, എനിക്ക് തോന്നുന്നു ഞാനത് പറയണ്ട, ഇനി ട്രെയിലർ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല. പുള്ളി അടിപൊളിയാണ്, പുള്ളി പണ്ടേ അടിപൊളിയാണ്. പക്ഷേ ഈ സിനിമയിലും ആ കഥാപാത്രം അടിപൊളിയാണ്, ചിരിപ്പിച്ചു, ചിന്തിപ്പിച്ചു. കുറച്ചൊരു വിഷമം എന്നിലുണ്ടായിട്ടോ ആ ക്യാരക്ടറായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ റിലേറ്റ് ചെയ്തതുകൊണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലെ പള്ളിയിൽ അച്ഛനെ എടുത്ത് പറയണം, അങ്ങേരെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ പറയേണ്ടത് ഇതിൻ്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റാണ്. കൈലാസിൻ്റെ മ്യൂസിക് വർക്ക് അടിപൊളിയായിരുന്നു. അതിലെ പാട്ടുകൾ വന്നു പോകുന്നത്, ആ പാട്ട് ലാൻഡ് ചെയ്യുന്നത് പോലും ബ്യൂട്ടിഫുള്ളാണ്. അതായത് ഒരു പാട്ട് ഇപ്പോൾ കയറി വരുമല്ലോ, ഇതൊന്നും തീരണമല്ലോ എന്ന് പറയുന്നൊരു തോട്ടല്ല നമുക്ക് ഉണ്ടാവുക. അത് കറക്റ്റ് പ്ലേസ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. BGM ആണെങ്കിലും ആ സിനിമയ്ക്ക് എന്താണോ വേണ്ടത് അത് കൃത്യമായിട്ട് ഡെലിവർ ചെയ്തിട്ടുണ്ട്. വിഷ്വൽസ് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിലെ ചില സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചു. പക്ഷേ അതൊന്നും പുറത്തെവിടെയും പോയി വിദേശ രാജ്യത്ത് ഷൂട്ട് ചെയ്തുകൊണ്ട് വരുന്നതല്ല. എവിടെയാണോ ആ കഥ നടക്കുന്നത് അവിടെ നിന്ന് എടുക്കാവുന്ന ഏറ്റവും മനോഹരമായ ഷോട്ടുകൾ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആ പ്രദേശത്തിനെ നമ്മൾ ശരിക്കും അനുഭവിക്കുന്നുണ്ട്. ഇവർ മറ്റേ തോട്ടത്തിലൂടെയൊക്കെ പോകുന്ന സമയത്ത് ആ തോട്ടം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, അവിടുത്തെ കാലാവസ്ഥ ഫീൽ ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന പോലെ നല്ല രസമായിട്ട് അതിൻ്റെ വിഷ്വൽ വന്നിട്ടുണ്ട്. കോസ്റ്റ്യൂംസും ഈ മാച്ചിങ് പരിപാടികളൊക്കെ നടക്കുമ്പോൾ പോലും ആ നാട്ടിലുള്ളവർ അങ്ങനെയാണ് ഡ്രസ്സ് ചെയ്യുന്നത്. അതായത് അവരുടെ വളരെ നാച്ചുറലായിട്ടുള്ള ഡ്രസ്സിങ് പാറ്റേണിൽ തന്നെ ഈ എലമെൻറ്റുകളൊക്കെ വർക്ക് ചെയ്തു എന്നുള്ളത് അതും വളരെ രസമായിട്ട് എടുത്ത് പറയണമെന്ന് എനിക്ക് തോന്നി. പിന്നെ ഈ സിനിമയിലെ ബാൻഡ് റീസൺ, അതിനെക്കുറിച്ച് ആണ് പറയാനുള്ളത്. ആ റീസൺ എനിക്കൊന്നും ഞാനിപ്പോൾ പറയണ്ട, ചിലപ്പം 2 ദിവസം കൂടി കഴിഞ്ഞാൽ അത് വലിയൊരു ഡിസ്കഷൻ ആവുമായിരിക്കും എന്താണ് ആ വിഷയം എന്നുള്ളതിനെക്കുറിച്ച്. പക്ഷേ ആ വിഷയത്തെക്കുറിച്ച് വളരെ സ്ട്രോങ് ആയി സിനിമ സംസാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് പെരിഫറലായിട്ടൊരു വിഷയം പറയുന്നു, അത് മറ്റേതോ ഒരു വീട്ടിൽ നടക്കുന്ന വിഷയത്തിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യാമെന്ന് പറയില്ലേ, അങ്ങനെ ആയിപ്പോയി എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയുന്നത് പോലെയാണ് സിനിമയ്ക്കകത്തും ഈ വിഷയത്തിനെ ഡീൽ ചെയ്തതെന്ന് എനിക്ക് തോന്നി. പക്ഷേ അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ മലയാളി ഓഡിയൻസ് ഈ വിഷയത്തിനെ ഇത്രയൊക്കെ സ്വീകരിക്കാനുള്ള നിലയിലേക്ക് എത്തിയിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ അത് ചെയ്യുന്നത് മമ്മൂക്കയായിരിക്കണം. പിന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഷെയ്ൻ്റെ ക്യാരക്ടർ ഉപയോഗിക്കുന്ന ചില വാക്കുകളൊക്കെ ഉണ്ട്. അത് ആ നാട്ടുകാരനായിട്ടുള്ള ഒരാൾക്ക് അങ്ങനെയൊക്കെയുള്ള വാക്കുകളാണ് ഉപയോഗിക്കാൻ അറിയുക എന്നുള്ളതുകൊണ്ട് അതൊരു വലിയ റോങ് കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. കഥാപാത്രമായിട്ടാണ് ആ കാര്യത്തിനെ അവർ ഡീൽ ചെയ്തിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ മോശമാക്കിയില്ല. ആ ഒരു വിഷയത്തിനെ ഇതിനു മുമ്പ് എത്രയോ സിനിമകളിൽ വളരെ വൾഗറായി വൃത്തികേടായി എടുത്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതിനെ പരിഗണിക്കുമ്പോൾ വളരെ രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞ് നോട്ടാണ്, അതായത് ഈ ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പ്രത്യേകിച്ച് ചിരിയൊന്നും വന്നില്ല. ആ ഫസ്റ്റ് ഹാഫ് NTR ആകുമ്പോഴാണ് 1-2 ചിരിയൊക്കെ ഫീൽ ചെയ്തത്. പൊട്ടിച്ചിരിയൊന്നുമല്ല, ചെറിയൊരു മന്ദഹാസം. ആ സമയം മുഴുവൻ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ സിനിമാക്കാർ ഈ മുതിർന്ന ആൾക്കാരുടെ പ്രണയത്തിനെ അത്രയ്ക്ക് അങ്ങോട്ട് നന്നായിട്ട് ഡീൽ ചെയ്യാത്തത്, അല്ലെങ്കിൽ അതിലേക്ക് കുറച്ചും കൂടി ഇൻവോൾവ് ആകാത്തതെന്ന്. കാര്യം ഈ സിനിമയിൽ ഞാൻ കണ്ട ഏറ്റവും പവർഫുൾ പ്രണയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പവർഫുള്ളായി അവതരിപ്പിച്ചെന്ന് എനിക്ക് തോന്നുന്നത് ബാബുരാജിൻ്റെയും രമ്യ സുബിയുടെയും കഥാപാത്രങ്ങൾക്കുള്ള പ്രണയമാണ്. അതിൽ ഒരുപാട് എലമെൻറ്റുകൾ, ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് ഉത്തരങ്ങൾ, അതിനുള്ള സ്കോപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവർ അതിനെ അവിടെ കൊണ്ട് വെച്ചിട്ട് അതിലേക്ക് ഷൈനികത്തിനെ കൊണ്ട് ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അതിൽ കുറച്ചും കൂടി ഇൻവോൾവ് ആയിരുന്നെങ്കിൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ആ പരാതി ഒരു പരിധി വരെ പരിഹരിക്കപ്പെടുന്നുണ്ട്. ബട്ട് സ്റ്റിൽ എനിക്ക് ബാബുരാജ്, രമ്യ സുബി ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അവരുടെ 2 പേരുടെയും ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഡെപ്തുള്ള സ്റ്റോറിയൊക്കെ വന്നിരുന്നെങ്കിൽ കിഡിലാന്തരം ആവുമെന്ന് തോന്നി. അത് ഈ എഴുത്തുകാരും സംവിധായകരും എന്ന് വെച്ചാൽ ആൻഡോ ജോസ് പെരേരയും എബി ട്രിസപ്പോളും ആണ് ഇതിൻ്റെ തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ
അവരിരുവരും തന്നെ ചെയ്താൽ രസമാവുമായിരുന്നു എനിക്ക് തോന്നി. കാര്യം ചില സീക്വൻസുകൾ അവർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് കാണുമ്പോൾ നമുക്കൊരു ഫീൽ വരുമല്ലോ, ഇവരിതിൻ്റെ ഒരു ഫുൾ ലെങ്ത് സാധനം ചെയ്ത് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നവരാണ്. അങ്ങനെ വന്നിരുന്നെങ്കിൽ പൊളിച്ചേനെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നിലെ പ്രേക്ഷകന് മോശമല്ലാത്ത അവിടെ ഇവിടെയൊക്കെ ചിരിക്കാനുള്ള ഒരു കുഞ്ഞു പടം. പക്ഷേ ഒരു ഫാമിലി ഓഡിയൻസിന് ഇത് ഈ കാര്യം പറഞ്ഞ പോലെയാണ്. ഫാമിലി ആയിട്ടിരിക്കുമ്പോൾ ഇതങ്ങോട്ട് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ തീരുന്ന അറിയില്ല. പക്ഷേ അടിച്ച് പൊളിച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ജോളി ആയിട്ടിരിക്കുമ്പോൾ ഇത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നീ ഇപ്പോഴും ഇതാണോ കഴിക്കുന്നത് എന്ന് ചിലപ്പോൾ അവർ ചോദിച്ചെന്ന് വരും. രസമായിട്ട് നമുക്ക് കുടുംബമൊക്കെ ആയിട്ട് ജോളിയായിട്ടിരുന്ന് കാണാവുന്ന, വീട്ടിലുള്ളവരൊക്കെ അത്യാവശ്യം കണ്ടു ചിരിക്കുന്ന, പിള്ളേർ കാണാൻ പാടില്ലാത്തതൊന്നും ഇല്ലാത്ത രസമുള്ളൊരു കുഞ്ഞു പടം. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു വൺ ടൈം വാച്ചബിൾ തിയേറ്റർ അനുഭവമായിരുന്നു. പക്ഷേ അതെൻ്റെ മാത്രം അഭിപ്രായമാണല്ലോ. നിങ്ങളുടെ അഭിപ്രായം ചിലപ്പോൾ നേരെ തിരിച്ചായിരിക്കും. ചിലപ്പോൾ കൂടുതൽ മികച്ച അഭിപ്രായമായിരിക്കും നിങ്ങൾക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാനുണ്ടാവുക. അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടോ തീരുമാനിക്കുന്ന ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.